ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ബിൻസീസ് ഹോം മെയ്ഡ്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇന്ന് കായ് വറുത്തതിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റിൽ വീട്ടിൽ തന്നെ നമുക്ക് കായ വറുത്തെടുക്കാം. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് നമുക്ക് കായ വറുത്തതും ശർക്കര വരട്ടിയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. പിന്നെ ഇതിന് തൊട്ട് മുമ്പേ നമ്മൾ ശർക്കര വരട്ടിയുടെ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കായ വറുത്തത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കായൊന്ന് തൊലി കളഞ്ഞ് മുക്കി വെക്കാനായിട്ട് കുറച്ച് മഞ്ഞൾ വെള്ളം റെഡിയാക്കി വെക്കണം. നമ്മളിതിന് മുമ്പ് ശർക്കര വരട്ടിക്കും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി കലക്കി വെച്ചാൽ മതി. അതിൽ നമുക്ക് കായൊക്കെ തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് മുക്കി വയ്ക്കാം. അപ്പോൾ കായ വറുത്തത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ശർക്കര വരട്ടിക്ക് ചെയ്തിരുന്ന പോലെ തന്നെയാണ് ഒരുവിധം സ്റ്റെപ്സൊക്കെയും കായ വറുത്തതിനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കായയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇത് ആ മഞ്ഞൾ വെള്ളത്തിൽ ഒന്ന് മുക്കി വെക്കണം. അതുപോലെ കായയുടെ തൊലിയൊക്കെ കളയുന്ന സമയത്ത് കയ്യിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കായയുടെ കറിയൊന്നും കയ്യിലാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ 3 കായും ഇതുപോലെ ഈ മഞ്ഞൾ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ഈ കായയുടെ പുറം ഭാഗത്തൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു മഞ്ഞ കളറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഈ കായ്ക്ക് ചെറിയൊരു മഞ്ഞ കളർ കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഞാനിനി വറുക്കുന്ന സമയത്ത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയൊന്നും കലക്കിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കില്ല കേട്ടോ. ഇപ്പം ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് ഇത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കായ വറുക്കാനൊക്കെ ആയിട്ട് നമ്മൾ കായ അരിഞ്ഞെടുക്കുമ്പോൾ അത് നല്ല കനം കുറച്ച് അരിയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. അത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ ഈ 3 കായും ഇതുപോലെ വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് വറുക്കാനുള്ള വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കണം. അപ്പം ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഈ കായ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നനവോടുകൂടി നമ്മൾ കായ വറുത്തെടുക്കരുത്. കായയിൽ നനവുണ്ടെങ്കിൽ അതൊക്കെ ഉണങ്ങി പോയതിന് ശേഷം മാത്രമേ നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കാൻ പാടുള്ളൂ. അതുപോലെ കായ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ടാവണം. അതുപോലെ ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം കായ ഇട്ട് കൊടുക്കാനായിട്ട്. എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുക്കാണ്ട് കുറേശ്ശെയായിട്ട് നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം. അങ്ങനെ ആകുമ്പോഴാവും എല്ലാം നന്നായിട്ട് വറുത്ത് കിട്ടുക. എല്ലാം കൂടി ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ശരിയായിട്ട് കിട്ടില്ല കേട്ടോ. അതുപോലെ 2 കായ തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ അത് വെളിച്ചെണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് കൈ കൊണ്ട് തന്നെ ഒന്ന് വെടിയിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഈ കായ ആദ്യമായിട്ട് വെളിച്ചെണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് ഇതുപോലെ നിറയെ ബബിൾസ് ആയിട്ട് വരും കേട്ടോ. അതൊരു 3/4 ഭാഗത്തോളം ഒക്കെ വറവായി വരുമ്പോഴത്തേക്കും ഈ ബബിൾസൊക്കെ ഒന്ന് കുറഞ്ഞു വരും. ആ സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് കലക്കിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ കായ വറുത്തെടുക്കുന്ന സമയത്ത് അത് ഒരുപാട് ബ്രൗൺ കളർ ആക്കി എടുക്കൊന്നും വേണ്ട. ശർക്കര വരട്ടിക്കൊക്കെയുള്ള കായയാണ് വറുക്കണേന്ന് വെച്ചാൽ അത് കുറച്ചൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ വറുത്തെടുത്താലേ അതിൻ്റെ ഉൾഭാഗം കൂടി നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടുള്ളൂ. കാരണം നമ്മൾ കുറച്ച് കനത്തിലാണല്ലോ ശർക്കര വരട്ടിക്കുള്ള കായ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് ഫ്രൈ ആയി വരണമെന്നുണ്ടെങ്കിൽ പുറമേ കുറച്ച് ബ്രൗൺ കളറായിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ. അതും നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടേ ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഒരുപാട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ എന്നാലും കുറച്ച് ബ്രൗൺ കളറായി വരുന്നവരെ വറുത്താലേ അതിൻ്റെ ഉൾഭാഗത്ത് ആ ക്രിസ്പിനെസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ശർക്കര പാനിയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ കായ തണുത്ത് പോവും പെട്ടെന്ന് തന്നെ. പക്ഷേ നമ്മൾ കായ വറുക്കുന്ന സമയത്ത് അത്രയ്ക്കും ബ്രൗൺ കളറൊന്നും ആക്കിയെടുക്കണ്ട കേട്ടോ. ഇത് നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ കായ വറുത്ത് വരുന്നതിൻ്റെ ആ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. ഇപ്പോൾ ഈ കായെല്ലാം ഒരു 3/4 ഭാഗത്തോളം വറവായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയാണ് ഇതിലേക്ക് ഉപ്പ് കലക്കിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഉപ്പ് കലക്കിയിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് നമുക്കിപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ ആദ്യമായിട്ടാണ് കായ വറുക്കുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ റൗണ്ട് കായ വറുക്കുമ്പോൾ വളരെ കുറച്ച് കായ മാത്രം വറുത്ത് നോക്കുക. എന്നിട്ട് അതിൽ ഉപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു 3/4 ഗ്ലാസ് വെള്ളത്തിൽ 1-2 ടേബിൾ സ്പൂൺ ഉപ്പൊന്ന് കലക്കിയെടുക്കുക. എന്നിട്ട് കുറേശ്ശെ വെള്ളം നമ്മൾ ഈ കായ വറുക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഫസ്റ്റ് റൗണ്ട് കായ വറുത്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരെണ്ണെടുത്ത് കഴിച്ച് നോക്കുക. അപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാവുമല്ലോ. പിന്നെ അതിനനുസരിച്ച്
ബാക്കിയുള്ളത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഈ ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് വീണ്ടും ഇതുപോലെ നിറയെ ബബിൾസൊക്കെ വരും. അത് 1 മിനിറ്റിനുള്ളിൽ തന്നെ അതൊക്കെ പോയി കിട്ടും കേട്ടോ. വീണ്ടും നല്ല ക്രിസ്പി ആയിട്ട് കായ വരും. നമ്മൾ കായ വറുക്കുന്ന സമയത്ത് അതിന് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാത്തതിന് പകരം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ചും കൂടി ഉപ്പ് കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. കാരണം നമ്മൾ കൂടുതൽ വെള്ളം നമ്മൾ ഈ കായ വറുത്തതിൽ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്രിസ്പിയായി വന്നുകൊണ്ടിരിക്കുന്ന കായയിലേക്ക് നമ്മൾ കുറേ വെള്ളം ചെന്ന് ഒഴിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തണുത്തു പോവും. അപ്പോൾ പിന്നെ അതിൻ്റെ ആ ക്രിസ്പിനെസ് മൊത്തം പോവും. പിന്നെ ആ വെള്ളം മുഴുവൻ വറ്റി കഴിഞ്ഞിട്ട് വേണം ഈ കായ വീണ്ടും വറുത്ത് ക്രിസ്പി ആയിട്ട് വരാൻ. പക്ഷെ അങ്ങനെ വറുത്തെടുക്കുന്ന കായ്ക്ക് കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് തന്നെ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കായെല്ലാം വറുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതുപോലെ തന്നെ നമുക്ക് ഓരോരോ ഭാഗമായിട്ട് ബാക്കിയിരിക്കുന്ന കായും കൂടി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് ആരും കായ വറുത്തതും ശർക്കര വരട്ടിയൊന്നും ഉണ്ടാക്കാൻ മറക്കണ്ട. ഇപ്പോൾ തന്നെ വേഗം പോയി ഉണ്ടാക്കി നോക്കിക്കോളൂ. കൂടാതെ ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് വേറൊരു റെസിപ്പിയുമായിട്ട് പിന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.